75,000 രൂപയാണ് നമുക്കിവിടെ അപ്രൂവ് ആയിട്ടുള്ളത്. 12 മാസത്തേക്ക് 7,312 രൂപ EMI വരും. 5,310 രൂപയാണ് ടോട്ടൽ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് വരുന്നത്. താഴെ നമ്മൾ കൺഫേം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് ഡിസ്പേസ് ആക്കാനായിട്ട് പറ്റും. 21ാമത്തെ വയസ്സിൽ നമ്മൾ സിബിൽ മാത്രം കൺസിഡർ ചെയ്തു. സിബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് വലിയ ട്രാക്കൊന്നുമില്ല. നമുക്ക് ഉണ്ടായിരുന്ന ട്രാക്ക് എന്ന് പറയുന്നത് എം പോക്കറ്റിന്റെ കേട്ടോ. എം പോക്കറ്റിൽ അന്ന് 2,000 രൂപയൊക്കെ 3 മാസത്തെ ടെന്യൂറിൽ എടുത്ത ട്രാക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ട് കൂടി നമുക്ക് അത് കൺസിഡർ ചെയ്ത് നമുക്ക് ലോൺ 80,000 രൂപ ഏകദേശം 1 വർഷത്തെ ടെന്യൂറിൽ നമുക്ക് തന്നൊരു ആപ്ലിക്കേഷന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള, ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ ഇടയ്ക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കും, അപ്രൂവ് ആവുന്നുണ്ടോ നോക്കും. അങ്ങനെ നമ്മൾ റീസെന്റ് ഇന്ന് അപ്ലൈ ചെയ്ത് നോക്കി, അപ്രൂവ് ആയിട്ടുണ്ട്. 75,000 രൂപ അപ് ടു 75,000 രൂപ വരെ നമുക്ക് എടുക്കാം എന്ന് അപ്രൂവ് ആയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ആപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ വൈകിപ്പിക്കാതെ വീഡിയോയിലോട്ട് പോവാം. ഇത് പുതിയതായിട്ട് കാണുന്ന യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് മിനിമം ഏജ് വേണ്ടത് 21 വയസ്സാണ്, മാക്സിമം 57 വയസ്സ്. 13,500 രൂപ മിനിമം നമുക്കൊരു സാലറി വേണം, അല്ലെങ്കിൽ ഒരു ഇൻകം വേണം. അതുപോലെ തന്നെ നമുക്ക് സിബിൽ സ്കോർ 650, സിബിൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സ്കോർ 650 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലൊക്കെ അത്യാവശ്യം നീറ്റ് ആയിരിക്കണം. പിൻകോഡ് ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ പിൻകോഡ്സിലും മണിവി കിട്ടും. കാരണം അവർ ഡയറക്റ്റ് അല്ല ഫണ്ട് ചെയ്യുന്ന, ഒരുപാടധികം ലെൻഡേഴ്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികൾ ഒരുപാട് അവരുടെ കയ്യിലുണ്ട്. അതുമായിട്ട് ടൈപ്പിലൊക്കെ തന്നെയാണ് ഇവർ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വർക്കിംഗ് ഒക്കെ പക്കാ നീറ്റാണ്. നമുക്ക് ആപ്ലിക്കേഷനിൽ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്രൂവ് ആക്കി എടുക്കാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഉണ്ട്, കണ്ടു നോക്കാം, തിരിച്ചു വരാം. ആപ്ലിക്കേഷൻ തുറന്നു വരുമ്പോൾ ലൈക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് പേഴ്സണൽ ലോൺ അപ് ടു 10 lakh വരെ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ 10 lakh വരെ നമുക്കിതിൽ ലോൺസ് കിട്ടും. അതിനുശേഷം താഴെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അവിടെ പേഴ്സണൽ ലോൺ, പ്രോപ്പർട്ടി ലോൺ, അതുപോലെ തന്നെ ക്രെഡിറ്റ് ട്രാക്കർ, ക്രെഡിറ്റ് കാർഡ്സ്, ഹോം ലോണുകൾ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ലോണാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേഴ്സണൽ ലോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ നമ്മുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെയിം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് തെറ്റാതെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെയിം, ലാസ്റ്റ് നെയിം, ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ ആസ് പെർ പാൻ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാനിലുള്ള പോലെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ മാരിയൽ സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ട്, അതും കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെങ്കിലും നിങ്ങളുടെ ഇൻകം നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ കൊടുക്കുക. സാലറീഡ് ആണെങ്കിൽ അതേപോലെ കൊടുക്കുക, സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിൽ അതേപോലെ കൊടുക്കുക. മന്ത്ലി എത്രയാണ് ഇൻകം വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്, അതും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതിനുശേഷം കുറച്ച് പെർമിഷൻസ് ഉണ്ട്, അത് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും ചോദിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പിൻ കോഡ്, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ബിസിനസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു ബിസിനസ് ആണ് കൊടുത്തത്. സോ എൻ്റെ കമ്പനിയുടെ പേരാണ് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്കൊരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം ആൻഡ് പ്രൊസീഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ പ്രൊഫൈൽ നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. നമുക്ക് പറ്റിയൊരു ലോൺ ഓഫറാണ് ഇവർ വാലുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ പ്രൊഫൈൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ഒരു ലോൺ ഓഫർ ഇവർ കണ്ടുപിടിക്കും. നമ്മുടെ പ്രൊഫൈലൊക്കെ നോക്കി നന്നായി നമ്മുടെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് എത്ര രൂപ തന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടയ്ക്കും എന്ന് ഇവർ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു 75,000 ഓഫർ വന്നു. ഈ 75,000 ഓഫറിന് 12 മാസത്തെ ടെന്യൂറാണുള്ളത്. എമൗണ്ട് കുറയ്ക്കുകയാണെങ്കിൽ ടെന്യൂർ നമുക്ക് കൂടുന്നത് താഴെ കാണാനായിട്ട് പറ്റും. ഒരു 35,000 രൂപ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ടെന്യൂർ താഴെ കാണാം. 7 മാസം, 8 മാസം കുറയാണ് ചെയ്യണത്. തെറ്റി പറഞ്ഞാണ് കേട്ടോ, കുറയാണ് ചെയ്യുന്നത്. നമുക്ക് ടെന്യൂർ കുറവാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 9 മാസത്തിലൊക്കെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ടെന്യൂർ വേണമെങ്കിലും ഇടാം. നമുക്ക് വരുന്ന പ്രോസസ്സിംഗ് ഫീയും കാണാനായിട്ട് പറ്റും, 2,124 രൂപ. ബാലൻസ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്തതിന് ശേഷം കൺഫേം ആൻഡ് പ്രൊസീഡ് എന്നൊരു ടാബ് താഴെയുണ്ട്. അതുമുലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് നമ്മളെ നേരെ KYC ചെയ്യുന്നൊരു പേജിലോട്ട് പോകും. നമ്മുടെ KYC ആണ് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. KYC നമ്മുടെ ബേസിക് ആയിട്ടുള്ള KYC നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യുക. ആ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതിനുശേഷം മാത്രമാണ് ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നത്. ഇനി നിങ്ങൾക്ക് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെന്റ് ആണ് കേട്ടോ. എഗ്രിമെന്റ് ചെയ്യണം. എഗ്രിമെന്റ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പിന്നെ ഈ മാൻഡേറ്റ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഈ മാൻഡേറ്റ് വേണമെങ്കിൽ ഇപ്പോൾ UPI വരെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ, ബാങ്കിന്റെ കാർഡ്, ഡെബിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ ഡെബിറ്റ് കാർഡ് ത്രൂ നിങ്ങൾക്ക് ഈ മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഈ മാൻഡേറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് ഡിസ്ബേഴ്സ് ആവും. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള EMI ഡെബിറ്റിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് ഈ എമൗണ്ട് അവർ ഓട്ടോ ഡെബിറ്റ് ചെയ്യും. ഇതാണ് പ്രോസസ്സ്. സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. മാക്സിമം ഒരു 1 hourനുള്ളൊക്കെ തന്നെ എമൗണ്ട്
നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവാറുണ്ട്. ചില റെയർ കേസുകളിൽ അപ് ടു 48 hours വരെ എടുക്കാറുണ്ട്. അപ്പൊ 48 മണിക്കൂർ വരെയും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് ചിലപ്പോൾ എമൗണ്ട് ക്രെഡിറ്റ് ആവാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി ക്രെഡിറ്റ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു 48 hours വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഇത് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്യാം. അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എടുത്തേക്ക്. ആ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി, താങ്ക് യു.